തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് അത് താഴ്ചയിൽ നിന്ന് ഉയരത്തിലോട്ട് എത്താൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ്. APJ അബ്ദുൽ കലാം സാറിന്റെ പ്രശസ്തമായിട്ടുള്ള ലൈനാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഉയർച്ച വരുന്നത് എവിടെ നിന്ന്? താഴെ നിന്നാണ് അല്ലെ. ആ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു തിരമാലയ്ക്ക് പോകാൻ പോകുന്നത് പോലെ, അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും വിജയങ്ങളും എന്ന് പറയുന്നത്. പരാജയത്തിൽ നിന്നേ വിജയം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരാൾക്ക് ആദ്യം തന്നെ വിജയം കിട്ടണമെന്നില്ല. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഏറ്റെടുത്തായിരിക്കും ചിലപ്പോൾ അവർ വിജയത്തിലോട്ട് എത്തുന്നത് അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. പല കുട്ടികളും, പലരായിക്കോട്ടെ, ഒരുപാട് മക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മാർക്ക് കുറയുന്നു മിസ്സേ, എനിക്ക് പേടിയാണ്, എനിക്ക് ടെൻഷനാണ്, എങ്ങനെ ഞാൻ എക്സാം എഴുതാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ പരീക്ഷകൾ വരുമ്പോഴും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയതായിട്ടുള്ള പുസ്തകത്തിലെ ചെറിയ ഏട് മാത്രമാണ്. വലിയ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു ചെറിയ പരീക്ഷയിൽ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഇപ്പൊ മിസ് പറയുകയാണെങ്കിൽ ഓണപരീക്ഷയിൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വന്നാൽ നമുക്ക് അടുത്ത പരീക്ഷയിൽ അത് എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരാൻ പോകുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകളും ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇനി ലൈഫിലോട്ട് വരാൻ പോവാണ് അല്ലെ. സോ ചെറിയ പരാജയങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല, ഇപ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ വിഷമിക്കരുത്. അടുത്ത പരീക്ഷയിൽ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ നിങ്ങൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുക. നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നിങ്ങളെ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇൻസ്പിറേഷൻ, ഈ ഒരു അദ്ദേഹം വന്ന ചെറിയൊരു വാക്കിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയർ ആയിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ബി കോൺഫിഡന്റ്, അടിപൊളിയായിട്ടിരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. സോ ഇനി അതുപോലെയുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വേറെ വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. സോ ബൈ.